പണികൾ പലതും ചെയ്തു, മക്കളെ പോറ്റി വളർത്തി, സ്വത്തുക്കളെല്ലാം അവർക്കെഴുതി നൽകി. മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി. കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് കേൾക്കാനിടയായി. എന്നെ ഫ്രണ്ട് ഇരിക്കുന്നത് ടോമി കെ ഷാമുലാണ് കേട്ടോ. ചിലർക്കെങ്കിലും അറിയായിരിക്കും. ഇദ്ദേഹം സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു പാട്ട് പാടി, അത് നല്ലതായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനകത്തെ ഉള്ളടക്കം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടൊരു പഴയ പാട്ടാണ് അദ്ദേഹം കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും കാണുക, കേൾക്കുക, ആസ്വദിക്കുക. ഈ പാട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുമ്പോൾ തിരുവല്ലയ്ക്ക് അടുത്തുള്ള എടത്വ ഫെറോന പള്ളിയിലെ അച്ഛൻ കുഞ്ഞെന്ന ഒരു വയോധികരുടെ ഒരു മീറ്റിങ്ങിൽ ഇപ്രകാരം ഒരു പാട്ട് പാടാൻ ഇടയായി. ആ പാട്ട് എന്നെ വളരെ ആകർഷിച്ചു. ഞാൻ ആ പാട്ട് സ്വയമായി എഴുതിയെടുത്ത് യുവജനങ്ങളുടെ പ്രോഗ്രാമിൽ ഈ പാട്ട് അവതരിപ്പിച്ചു. വളരെ നല്ല പ്രതികരണം എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഒരു യുവ സഹോദരൻ വീണ്ടും എന്നെ കൊണ്ട് ആ പാട്ട് പാടിച്ച് അത് പോസ്റ്റ് ചെയ്യാൻ ഉള്ള തീരുമാനവുമായി വന്നു. ഞാനത് ആ ശ്രമത്തെ സ്വാഗതം ചെയ്യുന്നു. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. പണികൾ പലതും ചെയ്തു, മക്കളെ പോറ്റി വളർത്തി, സ്വത്തുക്കളെല്ലാം അവർക്കെഴുതി നൽകി. മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി. അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി. മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി. അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി. 10 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. വാർദ്ധക്യം വന്നടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ്. കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും. പിന്നത്തെ വിളിയൊക്കെ അപ്രകാരം. കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും. പിന്നത്തെ വിളിയൊക്കെ അപ്രകാരം. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അപ്പാന്നു വിളിക്കാൻ പോലും നാണം തോന്നുന്നു. എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം. എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. അപ്പൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കു കാണാനവർ എത്തുകില്ല. മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തിനോട്ടം. ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു. മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തിനോട്ടം. ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. മക്കളുണ്ടായാലും
മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്കെല്ലാം അഭയമനാഥാലയം. ഇതു കേട്ടിട്ടാരും ഭയപ്പെടേണ്ടതില്ല, അന്ത്യകാലത്തിൻ്റെ ലക്ഷണമത്രേ. മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്കെല്ലാം അഭയം അനാഥാലയം. ഇതു കേട്ടിട്ടാരും ഭയപ്പെടേണ്ടതില്ല, അന്ത്യകാലത്തിൻ്റെ ലക്ഷണമത്രേ. വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക, ഫലമൊന്നും കിട്ടുമെന്ന് ആശിക്കേണ്ട. വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക, ഫലമൊന്നും കിട്ടുമെന്നു ആശിക്കേണ്ട. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി.